ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ജെഇ മെയിൻസിനും അഡ്വാൻസിനും വേണ്ടിയുള്ള ഫംഗ്ഷൻസ് ആൻഡ് ഇനിക്വാലിറ്റീസിന്റെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന സെക്ഷന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പ്രീവിയസ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് വേണം ഇതിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ മുതൽ കുറെ അടിപൊളി ക്വസ്റ്റ്യൻസും അടിപൊളി മെത്തേഡ്സും ഷോർട്ട് കട്ട്സും എല്ലാം നമ്മൾ ഇനി പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അന്നേരം കടക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങളിലേക്ക് ആദ്യമായിട്ട് കിടക്കാം. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റൂട്ട് എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റൂട്ട് ഇസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതായത് റൂട്ട് ഓഫ് 16 +or-4 ആയിട്ട് എടുക്കില്ല. റൂട്ട് ഓഫ് 16 ജസ്റ്റ് 4 ആണ്. ബട്ട് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 ആണെങ്കിൽ എക്സ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് +4 -4 ആണോ? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ഓർത്തിരിക്കുക. എക്സ് സ്ക്വയർ 16 ആണെങ്കിൽ എക്സ് +4 ആയിരുന്നാലും -4 ആയിരുന്നാലും അത് വരാം. ബട്ട് റൂട്ട് 16 എപ്പോഴും 4 മാത്രമാണ്. റൂട്ട് 36 +or-6 അല്ല. റൂട്ട് 36 6 മാത്രമായിട്ടാണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. അടുത്തത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് റൂട്ടിനടിയിൽ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എക്സിസ്റ്റ് ഓൺലി ഇഫ് ദിസ് എക്സിസ്റ്റ് ഓൺലി വെൻ എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് റൂട്ടിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളും ഒരിക്കലും നെഗറ്റീവ് ആകാൻ പറ്റില്ല. അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ 0ക്ക് മുകളിലുള്ള കാര്യമായിരിക്കണം. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ -16 എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെന്ന് വരും? എക്സ് സ്ക്വയർ -16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരണം. ഇങ്ങനെയാണ് നമ്മൾ ഡൊമൈൻ ഓഫ് ഫംഗ്ഷൻസ് വേർ റൂട്ട് ഇസ് ഇൻവോൾവ് കണ്ടുപിടിക്കുന്നത്. അതായത് റൂട്ടിനകത്തുള്ള ഏത് പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ള ലോജിക് വെച്ചാണ്. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത x-4 × x+4 എന്ന് എഴുതാം. നമുക്ക് വേവി കർവ് മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ 4ഉം വരും -4ഉം വരും. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്കിത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എവിടെയൊക്കെ വരും? അത് നമുക്ക് 4 to ഇൻഫിനിറ്റിയിലും വരാം, -∞ to -4ലും വരാം. ഈ റീജിയനിലുള്ള യൂണിയൻ ആയിട്ടുള്ള റീജിയൻ ആയിരിക്കണമല്ലോ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. അന്നേരം ഇപ്പൊ ആരെങ്കിലും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ -16 ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂസ് ഇതെല്ലാം തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഓർക്കാം. അടുത്തൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർക്കേണ്ടത് എക്സ് സ്ക്വയർ, x⁴, x⁴, എക്സെട്ര, x⁴2 എക്സിന്റെ ഈവൻ പവേഴ്സ് എല്ലാം എന്തായിരിക്കണം? എക്സിന്റെ ഈവൻ പവേഴ്സ് എല്ലാം ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണമെന്ന് ഓർക്കുക. അതായത് എക്സ് സ്ക്വയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ഇത് നോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, ദിസ് ഇസ് നോൺ നെഗറ്റീവ് എന്ന് എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കുക. ഈ കാര്യമൊക്കെ ഫംഗ്ഷൻസിലെ ആപ്ലിക്കേഷനിൽ വളരെയധികം വേണ്ടതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2⁻x, 3⁻x, 4⁻x, 5⁻x, e⁻x എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇതെല്ലാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് പോസിറ്റീവ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വിത്ത് ബേസ് പോസിറ്റീവ് ആർ ഓൾവേസ് പോസിറ്റീവ്. അതായത് 2⁻x പ്രത്യേകത എന്താണ്? അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. അത് പോസിറ്റീവ് ആണ്. 2⁻x -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പോസിബിൾ. എക്സിന്റെ വാല്യൂ എന്തെന്ന് പറയും? 5 എന്ന് പറയാൻ പറ്റും. കാരണം ഒരു വാല്യൂസിനും 2⁻x നെഗറ്റീവ് ആകാൻ പറ്റില്ല. അതേപോലെ തന്നെ 2⁻x 0 ആകുമോ? 0 ആകില്ല. 0യുടെ വളരെ അടുത്ത് വരെ പറ്റാം. അതുകൊണ്ട് ഇതും നോ സൊല്യൂഷൻ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെഇയുടെ പെർസ്പെക്റ്റീവ് വളരെ ചോദ്യങ്ങളിൽ നിങ്ങൾ ഇതെല്ലാം കാണേണ്ടി വരും. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരെങ്കിലും 2⁻x = 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? 2⁻x-നെ 1-നെ 2⁻0 എന്ന് എഴുതിക്കൂടെ? അതായത് x = 0 എന്ന് പറയുന്ന ഒരു പോസിബിൾ സൊല്യൂഷൻ ആണ് ഇതില്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്തൊരു പോയിന്റ് ആയിട്ട് നമുക്ക് ഓർക്കേണ്ടത് mod x എന്താണ്? mod x is always greater than or equal to 0 അല്ലെ? mod x ന്റെ മിനിമം വാല്യൂ 0 ആണ്. അതായത് അതിനെക്കാട്ടിലും മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ്, if sum of 2 or more non-negative quantities, അതായത് നെഗറ്റീവ് ആകാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ്, ഓക്കെ, is equal to 0, then each of the terms should be 0. ഇതെല്ലാം ഓർത്തു വെക്കണേ. ഇതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കേസുകളിൽ അപ്ലൈ ചെയ്യേണ്ടി തന്നെ വരും. അന്നേരം ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് തന്നെയാണ് ഈ കാര്യങ്ങൾ എല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റൂട്ട് ഓഫ് യു പ്ലസ് മോഡുലസ് ഓഫ് വി
പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. നമുക്കറിയാം റൂട്ട് ഓൾവേസ് പോസിറ്റീവ് ആണ്, മോഡുലസ് ഓൾവേസ് പോസിറ്റീവ് ആണ്, ഒരു സ്ക്വയർ ക്വാണ്ടിറ്റിയും നോൺ നെഗറ്റീവ് ആണ്. ഇതെല്ലാം നോൺ നെഗറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നതാണ്. അങ്ങനെ എല്ലാത്തിന്റെയും 3 പോസിറ്റീവ് ക്വാണ്ടിറ്റികളുടെ അഡീഷൻ 0 വരണമെങ്കിൽ ഈച്ച് ഓഫ് ദം ഇൻഡിവിജ്വലി ഷുഡ് ബി 0. അതായത് യുവും വിയും ഡബ്ല്യുവും എല്ലാം 0 ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കേസ് വരാൻ സാധിക്കുകയുള്ളൂ. കാര്യം പിടിയിട്ടല്ലോ, ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാന്ന്, റൂട്ട് ഓഫ് യു പ്ലസ് മോഡുലസ് ഓഫ് വി പ്ലസ് ഡബ്ല്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോസിറ്റീവ് ആയിട്ട് വരേണ്ട, അതായത് നോൺ നെഗറ്റീവ് ആയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കേസുകളാണ്. അതിന്റെ സമ്മേഷൻ എല്ലാം 0 വരണമെങ്കിൽ ഈച്ച് ഓഫ് ദം ഇൻഡിവിജ്വലി ഷുഡ് ബി 0 എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഓൾറൈറ്റ്, പെർഫെക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പം തന്നു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇതും പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഇതും പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇത് 0 വരണമെങ്കിൽ ഈച്ച് ഓഫ് ദം ഷുഡ് ബി 0. അതായത് എക്സ് മൈനസ് 1 ഷുഡ് ബി 0, ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 1. അറ്റ് ദ സെയിം ടൈം എക്സ് പ്ലസ് 1ഉം 0 ആയിരിക്കണം, അതായത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1. ബട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 വന്നു കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നം വരുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് 0 ആയിട്ട്, ഐ മീൻ ഇത് നെഗറ്റീവ്, റൂട്ട് ഓഫ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് വരും. അതായത് ഇത് പറ്റത്തില്ല. എക്സ് ഇസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നോട്ട് പോസിബിൾ ആണ്, ഇങ്ങനെ ഒരു ഇക്വേഷനെ സംഭവിക്കില്ല. കാരണം നമുക്ക് കിട്ടുന്ന രണ്ട് കണ്ടീഷൻസ് വെച്ച് കിട്ടുന്ന രണ്ട് ഉത്തരങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു കേസായിട്ട് വരുന്നു. അന്നേരം നോട്ട് പോസിബിൾ എന്ന് പറയണം. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങ് കണ്ണു അടച്ചങ്ങ് എഴുതി വെക്കരുത്, ഇതൊന്ന് വെരിഫൈ ചെയ്യണം ഇഫ് ദിസ് തിങ് ഇസ് പോസിബിൾ. കാരണം മോഡുലസിലും റൂട്ടിലും ഒക്കെ ഈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് ബാക്ക് ആൻഡ് വെരിഫൈങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത കുറച്ച് പോയിന്റുകൾ. 5 ഗ്രേറ്റർ ദാൻ 3 എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ട്രൂ തന്നെയാണ്. ഇപ്പൊ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതും ശരിയാണ്. നിങ്ങൾ വിചാരിക്കും 5 3യെക്കാട്ടിലും വലുത് മാത്രമാണല്ലോ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയായി കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ശരിയായിട്ട് വരും. ഗ്രേറ്റർ ദാൻ ആണോ? അതെ. ഈക്വൽ ടു ആണോ എന്ന് അറിയേണ്ട കാര്യമില്ല, കാരണം ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ പോലെയാണ്, ഏതെങ്കിലും ഒരു സെറ്റിൽ പെട്ട് കഴിഞ്ഞാൽ അത് യൂണിയനിൽ വരത്തില്ലേ? അതേപോലെ തന്നെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഗ്രേറ്റർ ദാൻ ആണെങ്കിലും ട്രൂ ആണ്, ഈക്വൽ ടു ആണെങ്കിലും ട്രൂ ആണ്. ഇപ്പൊ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ട്രൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കാരണം ഈക്വൽ ടു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. കുറെ ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് ഫോൾസ് ആയിട്ട് വിചാരിക്കും. ആ ഒരു കൺഫ്യൂഷൻ തുടക്കത്തിലേ തന്നെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാലോ ഒരു ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള കേസ് നമ്മൾ പ്രീവിയസ് വേവി കർവിൽ കണ്ടു. x² പ്ലസ് 2 എന്നും x² പ്ലസ് 1 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഒരു ഇൻഇക്വാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇതൊരു സിമ്പിൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് പോസിറ്റീവ് ആണ്. പക്ഷെ അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യം കുറച്ച് സമയമെടുത്ത് ചിന്തിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഈ കാര്യം മനസ്സിലാകും. ഇപ്പൊ ഒരു 50% മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് റിസൾട്ട് കാണാതെ പഠിച്ചാലും കുഴപ്പമില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇതിന്റെ ലോജിക് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, if ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഇസ് ഗ്രേറ്റർ ദാൻ 0, അതും എയും ഗ്രേറ്റർ ദാൻ 0, അതായത് കോഎഫിഷ്യന്റ് ഓഫ് x² ഗ്രേറ്റർ ദാൻ 0യും ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0യും വന്നു കഴിഞ്ഞാൽ ഉള്ള കേസോ, അല്ലെങ്കിൽ ax² പ്ലസ് bx പ്ലസ് c ലെസ് ദാൻ 0, a ലെസ് ദാൻ 0യും ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0യും. ഓക്കെ, ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻഇക്വാലിറ്റിയിൽ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ യൂഷ്വലി എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യാം. പക്ഷേ ചില കേസുകളിൽ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 എന്ന b² മൈനസ് 4ac ലെസ് ദാൻ 0 എന്ന നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ നോൺ റിയൽ റൂട്ട്സ് ആണ്, ഇമാജിനറി റൂട്ട്സ് ആയിട്ട് വരുന്നു. അന്നേരം ആ കേസുകളിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് ഇപ്പൊ ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0യും കോഎഫിഷ്യന്റ് ഓഫ് എ പോസിറ്റീവും ആണെങ്കിൽ, ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് എ പോസിറ്റീവും ആണെങ്കിൽ ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരിക്കും. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0യും കോഎഫിഷ്യന്റ് ഓഫ് എ നെഗറ്റീവും ആണെങ്കിൽ, ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0യും കോഎഫിഷ്യന്റ് ഓഫ് എ നെഗറ്റീവും ആണെങ്കിൽ ആ ഫംഗ്ഷന്റെ വാല്യൂവും ലെസ് ദാൻ 0 ആയിട്ട് വരുമെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കും. ആസ് ഓഫ് നൗ ഇത്രയും കാര്യം ഓർത്താൽ മതി. കാരണം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയോ ഒക്കെ വരാനുള്ള കേസ് ഉള്ളത് കൊണ്ടാണ്
നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കും. റിയൽ റൂട്ട്സ് ഉണ്ടെങ്കിലും ഗ്രാഫ് ഒരിക്കലും എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത്രയും കൂടുതൽ കാര്യമൊക്കെ കേട്ടിട്ട് നിങ്ങൾ തലയിൽ കൂടെ കിളി പോയൊന്നും ഇരിക്കേണ്ട, സമയമെടുത്ത് ഇതെല്ലാം ഒരുപാട് ചാപ്റ്ററുകളിൽ ഒരുപാട് കേസിൽ നമ്മൾ വീണ്ടും 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 കാണും. അപ്പോൾ നിങ്ങളെല്ലാം ഇതിൽ ബെറ്റർ ആയി വരും. ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ മനസ്സിലാകേണ്ട, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അതിനൊരു ഇൻഇക്വാലിറ്റി ഉള്ള ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം ഓർക്കുക. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആയിട്ട് വന്നാൽ ജസ്റ്റ് ചെക്ക് ഇഫ് coefficient of x square is positive. If coefficient of x square is positive, then this should be greater than 0. If coefficient of x square is negative, then the inequality should be less than 0. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യം ഇപ്പം പിടിയിട്ട് വെക്കുക. ഇനി ചോദ്യം ചെയ്യുമ്പോൾ ഇത് കാര്യങ്ങൾ കുറച്ചുകൂടെ പിടിയാക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. കമ്പാരിസൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അപ്പൊ നമുക്ക് ഇതിലൊരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കാം. ഫൈൻഡ് ആൽഫ എഫ്. Find alpha if alpha plus 1 times of x is equal to alpha x square plus x. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ എക്സ് പ്ലസ് എക്സ് എന്ന് കിട്ടത്തില്ലേ? ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും, ശരിയല്ലേ? അതായത് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അതായത് എക്സ് 0 ആകാം, എക്സ് ഇസ് ഈക്വൽ ടു 1 ആകാം. ഇതല്ലേ രണ്ട് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. എക്സ് 0 ആകാം, എക്സ് ഇസ് ഈക്വൽ ടു 1 ആകാം, അല്ലെ? ഇപ്പൊ നമ്മൾക്ക് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നിങ്ങളൊന്ന് കമ്പൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾക്കിപ്പോ ഇതിനെ ഒന്നും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ എന്താ സംഭവിക്കുന്നത്? ആൽഫ പ്ലസ് 1 ഇൻറ്റു എക്സ് ഉണ്ട് is equal to alpha x square plus x എന്നല്ലേ? ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം ലെഫ്റ്റ് സൈഡിൽ ഇല്ല. അതായത് ഇതിന്റെ കോയിഫിഷ്യന്റ് 0 ആണെന്നല്ലേ അർത്ഥം? 0 എക്സ് സ്ക്വയർ എന്നല്ലേ അർത്ഥം? കാര്യം പിടികിട്ടിയോ? അപ്പൊ ഇതിന്റെ രണ്ടിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആൽഫ 0 ആയിരിക്കണം, എന്നാലേ ഈ ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയറിന്റെ ടേം ഒന്നും ഉണ്ടാകാതിരിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ആൽഫ പ്ലസ് 1ന്റെ വാല്യൂ എന്തെന്ന് പറയണം? അത് 1 ആയിരിക്കണമല്ലോ. കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഹിയർ ഷുഡ് ബി സെയിം ആസ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്. അതായത് ആൽഫ ഇസ് ഈക്വൽ ടു 0. രണ്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആൽഫ ഇസ് ഈക്വൽ ടു 0 ആണെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. കോയിഫിഷ്യന്റുകളെ കമ്പയർ ചെയ്ത് നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തുന്ന മെത്തേഡിനെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് അന്നേരം ഒരു ചോദ്യം കൂടെ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പൊ ഒരു ആൽഫ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് 1 ടൈംസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, ദെൻ ഫൈൻഡ് ആൽഫ. ആൽഫ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സ് സ്ക്വയറിന്റെ ടേം ഇല്ല, അതായത് ആൽഫ പ്ലസ് 1 ഷുഡ് ബി 0, അതായത് ആൽഫ മൈനസ് 1 വന്നു. റൈറ്റ് സൈഡിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് 1, റൈറ്റ് സൈഡ് എക്സിന്റെ കോയിഫിഷ്യന്റ് ആൽഫ സ്ക്വയർ. ആൽഫ സ്ക്വയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഇസ് ഈക്വൽ ടു പ്ലസ് 1 ഓർ മൈനസ് 1 എന്ന് വരാം, ശരിയല്ലേ? ബട്ട് ഇത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ആൽഫ പ്ലസ് 1 0 ആയിരിക്കണം, ആൽഫ സ്ക്വയർ 1 ആയിരിക്കണം. രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസ് ഏതാണ്? ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് 1 മാത്രമേ ഉള്ളൂ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട്, കാരണം ആൽഫ ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടിന്റെയും കൂടി ഇന്റർസെക്ഷൻ എടുക്കണം. ആൽഫ ഇസ് ഈക്വൽ ടു -1 ആണ് ഈ ഇക്വേഷന്റെ വാല്യൂ. ഞാനിപ്പോ ഇതെന്താ ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം റൈറ്റ് അവേ നിങ്ങൾക്ക് ഇത് ആവശ്യം വരില്ലായിരിക്കും, ബട്ട് മുന്നോട്ട് പോകുമ്പോൾ പല കേസുകളിലും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇതൊക്കെ ഓർമ്മിപ്പിച്ചു പോകുന്നത്. എല്ലാവരും മനസ്സിലാക്കി നോട്ട് എഴുതിയൊക്കെ അങ്ങ് കൊണ്ടുപോവുക. അടുത്തത് നമ്മൾക്ക് കുറച്ച് ഐഡന്റിറ്റീസ് ഒന്ന് റീകളക്ട് ചെയ്ത് വെക്കാം. എവിടെയെങ്കിലുമൊക്കെ ഉപയോഗം വരും. ഈ ചാപ്റ്ററിൽ ആവണമെന്നില്ല, ഇനി അങ്ങോട്ട് 11th and 12th ജെഇയുടെ ഫുൾ പ്രിപ്പറേഷനിൽ ഇതെല്ലാം വേണ്ടി വരും. അതായത് ഇഫ് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതായത് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ എന്നറിയാം. ഇതിനെ തന്നെ വേറൊരു രീതിയിൽ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺവേർഷനും മനസ്സിലാവും. അതായത് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബിനെ ആൽഫ പ്ലസ് ബീറ്റ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്നും നമുക്ക് എഴുതാം. ഓക്കെ, വണ്ടർഫുൾ. കാരണം എന്താ? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഇറ്റ് ഇസ് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്
-3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളൊരു റിലേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ വരുന്നൊരു കാര്യമാണിത്. ഇതിനെടുത്ത് അല്ല +3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇതിനെടുത്ത് ഇപ്പുറത്തോട്ട് ഇടുമ്പോൾ കിട്ടുന്ന ഒരു റിലേഷൻ മാത്രമാണിത്. ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. ഇനി അങ്ങോട്ട് പല കേസുകളിൽ കാണുമ്പോൾ നിങ്ങൾ കണ്ണ് തള്ളി നിൽക്കരുത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പഠിപ്പിച്ചു പോകുന്നത്. ഓക്കെ, അടുത്തൊരു കാര്യം ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. a⁴ + a² + 1 = a² + a+1 ഇൻറ്റു a² - a+1. ഇതാണ് ഫാക്ടറൈസ്ഡ് ഫോം ഓഫ് a⁴ + a² + 1. പല ചോദ്യങ്ങളിലും ജിയിൽ പണ്ടൊക്കെ ഈ ഒരു ഫാക്ടറൈസേഷൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഇതങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം പിടിയിട്ടല്ലോ. ഓക്കെ, അടുത്തൊരു കാര്യം നമുക്കറിയാം, ഇഫ് എ എന്നൊരു പറയുന്ന ഒരു വാല്യൂ -5നും 4നും ഇടയ്ക്കാണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് അങ്ങനെയാണെങ്കിൽ a² വാല്യൂസ് എവിടെയൊക്കെ വരുമെന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എക്ക് -5നും 4നും ഇടയ്ക്കുള്ള എല്ലാ വാല്യൂ എടുക്കും. ഇങ്ങനത്തെ ഒരു കേസ് വരുവാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് ആദ്യം ഒന്ന് വരയ്ക്കണം. എന്തിന്റെ ഗ്രാഫാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്? നമ്മൾ വരയ്ക്കേണ്ടതെന്ന് പറയുന്നത് x²ന്റെ, കാരണം a² സിമിലർ ടു x²ന്റെ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അത് ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ് അല്ലേ, ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ് അല്ലായിരുന്നു അല്ലെ? ഇതിന് എവിടം തൊട്ട് എവിടെ വരെയാണ്? -5 to +4, ശരിയല്ലേ? ഇപ്പൊ -5 വരുമ്പോൾ ഇതിന്റെ y വാല്യൂ എത്രയായിരിക്കണം? y വാല്യൂ എന്ന് പറയുന്നത് -5² അതായത് 25 ആയിരിക്കണം. +4 വരുമ്പോഴത്തേക്കും +4 ഇവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു 16 അല്ലേ, 16² അല്ലേ? അതായത് എവിടെ നിന്ന് എവിടെ വരെയാണ് y വാല്യൂസ് വേരി ചെയ്യുന്നത്? y വാല്യൂസ് ഇവിടെ നിന്ന് ഇവിടെ വരെ. എത്ര y വാല്യൂസ് എവിടെ നിന്ന് എവിടെ വരെ വരുന്നുണ്ട്? y വാല്യൂസ് 16 to 25 ആണോ? അല്ല, ഇൻ ബിറ്റ്വീൻ 0യും വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അതിന്റെ മിനിമം വാല്യൂ ഓഫ് y എവിടെയാ? 0. മാക്സിമം വാല്യൂ ഓഫ് y എവിടെയാ? 25. അതായത് when a belongs to -5 to 4, a² should belong to 0 to 25 എന്ന് പറയുന്നത് ആയിരിക്കണം നമ്മുടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലായിരുന്നു. അങ്ങനെ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിലൂടെ അങ്ങ് കണ്ടുപിടിച്ച് പോകാവുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 ചോദ്യം കൂടി ഇങ്ങനത്തെ ചെയ്യാം. ഇഫ് a belongs to 1 to 4, where would be a² belongs to? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഗ്രാഫ് വരയ്ക്കുക, x² ഗ്രാഫ് വരയ്ക്കുക. x1 വരുന്നുണ്ട്, 1 വരുമ്പോൾ 1 തന്നെ വരും. x4 വരുമ്പോൾ അത് എവിടെ വരും? 16 വരെ വരും അല്ലെ? ഇതല്ലേ റേഞ്ച് ഓഫ് വാല്യൂസ്. 1നും 4നും ഇടയ്ക്കുള്ള ഈ വാല്യൂസ് എല്ലാം തന്നെ ഇത് എടുക്കും എന്നല്ലേ അർത്ഥം? അന്നേരം വൈയുടെ വാല്യൂസ് എവിടെ നിന്ന് വരും? അതായത് a² should belong to 1 to 16 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 1-2 ചോദ്യം കൂടെ ചെയ്യാം. ഇഫ് a belongs to -1 to 4, then where would a² belong to? ഇപ്പൊ എങ്ങനെ വരയ്ക്കുന്നത്? നമ്മൾ a² ഗ്രാഫ് എന്ന് പറയുന്നത് x² ഗ്രാഫിന് സെയിം ആണ് അല്ലെ? ഇതാണ് y = a². അന്നേരം x വാല്യൂ -1 വരുമ്പോൾ y വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. അടുത്തത് x വാല്യൂ 4 വരുമ്പോൾ y വാല്യൂ 16 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഗ്രാഫ് എസെൻഷ്യലി ഇവിടെ നിന്ന് ഇവിടെ വരെയാണ്. അപ്പൊ നമുക്ക് നോക്കുക, ഇത് മിനിമം വാല്യൂ എവിടെയാണ് ഗ്രാഫിന്റെ എത്തിയിരിക്കുന്നത്? ഇത് ഇവിടെയാണ് മിനിമം വാല്യൂ, ഇവിടെയല്ല മിനിമം വാല്യൂ. അതായത് 0യിൽ നിന്ന് തുടങ്ങുക, മാക്സിമം എവിടെ വരെ പോകുന്നു? 16 വരെ പോകുന്നു. സോ a² should belong to 0 to 16. വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യമല്ലേ? നമുക്ക് ഇപ്പം പിടിയിട്ടിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മിക്കവാറും ഉള്ളവരൊക്കെ ഈ ഒരു മിസ്റ്റേക്ക് 1 to 16 എന്നൊക്കെ എഴുതി തെറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ. One more question of this type, why not? Yeah. ഇപ്പൊ -8 to 5ലാണെങ്കിൽ a² belongs to എങ്ങനെ വരയ്ക്കാൻ പറ്റും? നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. x² ഗ്രാഫ് വരയ്ക്കാം. മിനിമം വാല്യൂ എന്ന് പറയുന്നത് -8 വരുമ്പോൾ ഈ y വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 64 വരും. -8² 64. അത് 5 വരുമ്പോൾ എത്ര വരും? 25 വരും. സോ y വാല്യൂ റേഞ്ചസ് ഫ്രം ദിസ് വാല്യൂ ടു ദിസ് വാല്യൂ. ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് y മൂവ് ചെയ്യുന്നത്. അതായത് a² മൂവ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയാണ്. അപ്പം yയുടെ മിനിമം a² മിനിമം വാല്യൂ എവിടെ വരുന്നുണ്ട്? അതായത് നമ്മുടെ y ആക്സിസിന്റെ മൂവ്മെന്റ് എവിടെയാണെന്ന് നോക്കണം. a² മിനിമം വാല്യൂസ് 0 വരുന്നുണ്ട്, മാക്സിമം ഇവിടെയാണ് 0 വരുന്നത്, മാക്സിമം ഇവിടെ 64 വരെയല്ലേ വന്നത്. സോ 0 to 64 നിൽക്കും a² എന്ന് പറയുന്നത്. കാര്യം പിടിയിട്ടല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ആ ഗ്രാഫ് നമുക്കുണ്ട്. ഇപ്പൊ y = 1/a ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? y = 1/a നമ്മൾ റാഷണൽ ഫംഗ്ഷൻസിന്റെ കാര്യത്തിൽ 1/x പഠിച്ചു. ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫും
ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് അല്ലേ y is equal to 1/a എന്ന് പറയുന്നതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ if a belongs to -1 to 4 then 1/a belongs to എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്താ ആദ്യം നമ്മൾ 1/a നോർമൽ ഗ്രാഫ് എന്ന് വരച്ചു വെക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. സോ y is equal to -1 വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ 1/a എന്ന് പറയുന്ന 1/-1 അതായത് -1 എന്നുള്ളൊരു വാല്യൂ വരും. എന്നിട്ട് -1ൽ നിന്ന് കൂടി പോകുമ്പോഴത്തേക്കും വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വന്ന് ഇങ്ങോട്ടേക്കുള്ള എല്ലാ വാല്യൂസും എടുക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും y is equal to 4 വരുമ്പോഴത്തേക്കും 1/a എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1/4 എന്ന് പറയുന്നൊരു വാല്യൂ ഇവിടെ 1/4 ആണെങ്കിൽ ഈ 4 ആണെങ്കിൽ ഇവിടെ ഒരു 1/4 എന്ന് പറയുന്നൊരു വാല്യൂ വരും അല്ലെ. 1/4 വരെ എത്താം. അതായത് ഈ ഇൻഫിനിറ്റിയിൽ നിന്നാണ് 1/4ലേക്ക് എത്തുന്നത്. കാരണം വാല്യൂസ് എന്താ പറ്റുന്നത്, കുഞ്ഞു വാല്യൂ ആയിരിക്കുമ്പോഴത്തേക്കും വാല്യൂസ് കൂടി വരും അല്ലെ. കാരണം 1 divided by 0.5 എന്ന് പറയുന്നത് 2 ആണ്, 1 divided by 0.25 എന്ന് പറയുന്നത് 4 ആണ്. അതായത് വാല്യൂ ഈ ഭാഗത്തേക്ക് 0ക്കും 1നും ഇടയ്ക്ക് ഈ വാല്യൂ ഭയങ്കരമായിട്ട് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ y വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 1/a belongs to എവിടെയാ നമുക്കറിയാവുന്ന 1/a എവിടെ വരെ പോകുന്നുണ്ട്? ഇത് -∞ വരെ ഇത് പോകുന്നുണ്ട് അല്ലെ. ഇവിടെ -∞ വരെ പോകുന്നുണ്ട്. സോ -∞ ടു മാക്സിമം എവിടെ വരെയാ പോകുന്നത്? ഈ -1 വരെ പോകുന്നുണ്ട്. യൂണിയൻ -1 ഇൻക്ലൂഡഡ് ആണോ? ആണ്. അതുകൊണ്ട് -1 ഇൻക്ലൂഡഡ് വെക്കും. യൂണിയൻ അടുത്തത് 1/4ൽ നിന്ന് തുടങ്ങി, കാരണം y വാല്യൂ തുടങ്ങുന്നത് 1/4ൽ നിന്നാണ്, അതും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നുണ്ട്. സോ ഇതായിരിക്കണം റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലായിരുന്നോ ഈ നമ്മളിപ്പം കണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഇഫ് a belongs to 1 to 4 then 1/a belongs to. ഇപ്പൊ ഈ കേസിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഗ്രാഫ് ഇങ്ങനെ എടുക്കാം, നമുക്കൊരു ഗ്രാഫ് ഇങ്ങനെ എടുക്കാം, ഒരു ഗ്രാഫ്. ഇവിടെ നമുക്കൊന്നും വേണ്ട. 1 വരുമ്പോഴത്തേക്കും y വാല്യൂ 1 ആണ്, 4 വരുമ്പോഴത്തേക്കും y വാല്യൂ 1/4 ആണ്. ഇത്രയല്ലേ ഉള്ളൂ. ഈ ഒരു റേഞ്ചിൽ നിന്ന് മാത്രമേ നമുക്ക് കറങ്ങത്തുള്ളൂ. സോ y വാല്യൂ വിൽ വേരി ഫ്രം 1/4 to 1 എന്ന് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. 1/a ഷുഡ് ബിലോങ് ടു 1/4 to 1. പ്രീവിയസ് കേസിൽ ആ ഒരു ചേഞ്ച് വന്ന് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും. അതുവരേക്കും കാണാം. ഹാവ് എ നൈസ് ടൈം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഫാക്ട്സും കുറെ ഐഡന്റിറ്റീസും റിസൾട്ടും എല്ലാം നമ്മൾ പറഞ്ഞു. നിങ്ങളെല്ലാം ഇത് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഇന്ന് തന്നെ ഞാൻ ബാക്കി വീഡിയോസും കുറെ കൂടെ ഇടുന്നുണ്ട്. കാണാം. അതുവരേക്കും ബൈ ബൈ. ഹാവ് എ നൈസ് ടൈം.